2014 ഡിസംബറിലാണ് എനിക്ക് ഇത് കണ്ടുപിടിച്ചത്. 100 മീറ്റർ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ രോഗം കണ്ടുപിടിച്ചത്. എനിക്ക് എപ്പോഴാണ് എങ്ങനെ വന്നതെന്നുള്ളവർ എനിക്കറിയില്ല. ഞാനൊരു ബിസിനസ്സുകാരനും ഒരു കൃഷിക്കാരനുമായിരുന്നു അന്ന്. അപ്പോൾ ഹാർഡ് വർക്കുകൾ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചാളൊക്കെ കൊണ്ടുവന്ന് നോക്കി, പക്ഷേ പറ്റണില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പെരുമ്പാവൂർ ഒരു ഹോസ്പിറ്റലിൽ കയറിയത്. പിന്നെ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ തന്നെ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ബൈപ്പാസ് ചെയ്യാനുള്ള സെറ്റപ്പിൽ ഞാൻ വന്നിട്ടില്ല, ഞാൻ പോയതിന് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ഒത്തിരി നിർബന്ധിച്ചു വരുന്നു, പോകാൻ ഒക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണെങ്കിലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ചാടിയത്. അപ്പോൾ ഞാൻ 3 ഹോസ്പിറ്റലുകളിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും ബൈപ്പാസ് അല്ലാണ്ട് വേറെ യാതൊരു നിർവാഹമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഡോക്ടർക്ക് ചെയ്യാൻ അവസരമുള്ളൂ, ബുക്കിംഗ് കൂടുതലാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാനപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയും. ഈ ECP എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ വന്നുകൂടി ഈ ട്രീറ്റ്മെൻറ്റ് നടത്തി. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ദിവസം 5 കിലോമീറ്റർ വെച്ച് നടക്കുന്നുണ്ട് രാവിലെ. പിന്നെ എൻ്റെ അത്യാവശ്യ പണികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ബിസിനസ് ഇപ്പോഴും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. പലരും ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്, ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഒരാൾക്ക് സർജറി ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ അവൻ്റെ ആരോഗ്യത്തിൻ്റെയും അവരുടെ സാമ്പത്തികം അത്രയും കാശുണ്ടാക്കണമെങ്കിൽ അവരുടെ കുടുംബം പറ്റിയിട്ടായിരിക്കും വന്ന് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പകർന്നു കൊടുക്കാൻ പറ്റാണെങ്കിൽ അത്രയും എളുപ്പമായിട്ടാണ് ഞാൻ തോന്നുന്നത്.